കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തിരുവനന്തപുരം ജില്ലാ വനിതാ കൺവെൻഷൻ നടന്നു. ആറ്റിങ്ങൽ ആലങ്കോട് നടന്ന കൺവെൻഷൻ കർഷക തൊഴിലാളി വനിതാ സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനർ കെ കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു. ആ സമയത്താണ് PMAY എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ബ്ലോക്കിലുള്ള മുഴുവൻ വീടുകളുടെ അപേക്ഷകരെ ഇപ്പൊ അഗ്രിമെന്റ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തുകളെ കൊണ്ട് അഗ്രിമെന്റ് വെപ്പിക്കുകയാണ്. പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം പറഞ്ഞു. മറ്റേ ആറ്റുകാൽ ഭഗവതി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആ താടി കൊടുത്തു വെച്ചാൽ ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ സാധാരണക്കാരന് വീട് കൊടുത്ത് അവന്റെ വീട്ടിലേക്ക് പിന്നെ ഒരാൾ തിരിച്ചു കയറും. നമ്മളെ പോകും ഇയാളെ കണ്ടാൽ പിന്നെ ആ വഴിക്ക് പോകുന്നില്ല. ആ രീതിയിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു അടയാളപ്പെടുത്തലും വേണ്ട, ഇവിടെ 4 ലക്ഷം 5 ലക്ഷം വീട് പണി കൊടുത്തില്ല. ഈ പദ്ധതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല, ഒരു അധ്യക്ഷ മന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല, വേറെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോട്ടോ വെക്കാൻ പറഞ്ഞിട്ടില്ല, ഒരാളുടെ ഫോട്ടോ വെക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫോട്ടോ വെച്ച പൈസ വേണ്ട എന്ന് വന്നതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു വീട് പോലും തന്നില്ല. ഇപ്പോഴും പോയി MP രാജേഷ് പോയി മന്ത്രിയെ കണ്ട് സംസാരിച്ചത് പിന്നെ ഇടപെട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളോട് ദയവ് ചെയ്ത് ഫോട്ടോ വെക്കാൻ പറയരുത്. എത്രയാണ് എനിക്ക് തരുന്നത്? 4 ലക്ഷം രൂപ തരുന്നതിലേക്ക് എത്ര പ്രധാനമന്ത്രി PMAY ഫണ്ട് എത്രയാ? 72,000 രൂപ അല്ലേ? 72,000 രൂപ. പഞ്ചായത്തുകൾ 70,000 രൂപ കണ്ടെത്തണം ഒരു വീടിന്. 400 വീടുകൾ പിന്നെ വീടിന്റെ അപേക്ഷ അഗ്രിമെന്റ് വെക്കണമെങ്കിൽ പഞ്ചായത്ത് 2,80,00,000 രൂപ കണ്ടെത്തണം. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ M പ്രദീപ് സ്വാഗതം ആശംസിച്ചു. KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ, വർക്കിംഗ് കമ്മിറ്റി അംഗം OS അംബിക MLA, വനിതാ കമ്മിറ്റി സംസ്ഥാന ജോയിന്റ് കൺവീനർ K അംബിക, സംസ്ഥാന കമ്മിറ്റി അംഗം N സുധാകുമാരി, N രതീന്ദ്രൻ, K ശശാങ്കൻ, BP മുരളി, A ഷാജഹാൻ, KSKTU ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി R രാജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കൺവീനറായി ഷെർലി കുമാറിനെയും ജോയിന്റ് കൺവീനറായി S ഷിനി, ബീന രാജീവ്, അലി ഫാത്തിമ എന്നിവരെയും തെരഞ്ഞെടുത്തു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.